ചാമ്പ്യൻസ് ലീഗ്, ഈ വർഷത്തെ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആവേശത്തോടു കൂടി തുടങ്ങിയിരിക്കുന്നു. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെമി ഫൈനലിൻ്റെ ആദ്യ പാദത്തിൽ ബയേൺ മ്യൂണിക്കും കഴിഞ്ഞ പ്രാവശ്യത്തെ ചാമ്പ്യന്മാരായ PSG കൂടി ഏറ്റുമുട്ടി. എവിടെ? PSG ഹോം ഗ്രൗണ്ടായ പാരീസിൽ വെച്ചിട്ട്. എന്താ കളി! അടിക്ക് തിരിച്ചടി എന്നുള്ള ലെവലിൽ 5-4 അവർ കളി അവസാനിപ്പിച്ചത്. ടോട്ടൽ 9 ഗോളാണ് പറഞ്ഞത്. 9 ഗോൾ. ഹാഫ് ടൈമിൽ പിരിയുമ്പോൾ PSG 3 ബയേൺ 2 ആയിരുന്നു. അതുകൊണ്ട് 5 ഗോൾ ഹാഫ് ടൈം തീർന്നേക്കാൻ മുമ്പേ അവർ അടിച്ചു കൂട്ടിയിട്ടുണ്ട്. 5 ഗോൾ. ബാക്കി 4 ഹാഫ് ടൈം കഴിഞ്ഞിട്ടും 5-4 ടോട്ടൽ 5-4 കളി അവസാനിപ്പിച്ചു. PSG ജയിച്ചു, 1 ഗോളിനെ ജയിച്ചു. പക്ഷേ 1 ഗോളിനെ ജയിച്ചുള്ളൂ. അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് ജർമ്മനിയുടെ തട്ടക്കായ എന്ന് പറഞ്ഞാൽ ബയേൺ മ്യൂണിക്കിൻ്റെ തട്ടക്കായ അലയൻസ് അറീനയിലാണ്. എളുപ്പമാവില്ല കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാർക്ക്. കാരണം ബയേൺ മ്യൂണിക്കിൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ബയേൺ മ്യൂണിക്കിനെ മലർച്ചടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ചാമ്പ്യന്മാരാണ് PSG. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് അവർക്ക് എന്തും സാധ്യമാകും. ഇതിലെ കവരറ്റ്സ്കാലിയ ആ ചങ്ങായി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. ഡെംബലെ, നമ്മുടെ ഉസ്മാനിക്ക 2 ഗോൾ അടിച്ചിട്ടുണ്ട്. നെവസ് 1 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ഹാരി കെയ്ൻ, ഒലീസിൻ്റെ ഒരു എമ്മണ്ട സാധനം കേട്ടോ, കിട്ടില്ല, കാണാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല നമ്മുടെ PSG ഡിഫൻസിന്. ഹാരി കെയ്ൻ, ഒലീസ്, ഉപ്പമക്കാനോ, ലൂയിസ് ഡയാസ്, ഇമാതിരി എല്ലാ വെടിക്കോപ്പുകളും ഗോൾ അടിച്ചിട്ടുണ്ട്. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എന്താ പറയുക, ആദ്യം ബയേൺ ഹാരി കെയ്ൻ്റെ പെനാൽറ്റിയിലൂടെ ഗോൾ അടിച്ച് തുടങ്ങുന്നു. പിന്നെ PSG അതിന് മറുപടി കൊടുക്കുന്നു. PSG പിന്നെയും കൊടുക്കുന്നു. അങ്ങനെ 2-1 ആക്കുന്നു PSG. ഒലീസിൻ്റെ വക 2-2 ആക്കുന്നു. പിന്നെ ഹാഫ് ടൈം കഴിയുന്നേക്കാൻ മുമ്പ് ഒരു പെനാൽറ്റി, അത് വാർ പരിശോധിച്ച് റഫറി ബോയ് നോക്കി. പിന്നെയും PSG ഒരു ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഡെംബലെ അത് ഗോളടിച്ച് കയറ്റുന്നു. ഹാഫ് ടൈം കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഡെംബലെ ആ ലീഡ് ഉയർത്തുന്നു. 3-5 ആക്കുന്നു. ഇപ്പോൾ ടോട്ടൽ സ്കോർ 5-2 ആക്കുന്നു. പിന്നെ ഉയർത്തെഴുന്നേറ്റ ബയേൺ 65-ാം മിനിറ്റിൽ, ഉപ്പമക്കാനോ 68-ാം മിനിറ്റിൽ അവസാനം ഗോൾ അടിച്ചു. ലൂയിസ് ഡയാസും കൂടി ചേർന്നിട്ട് 2 ഗോൾ കൂടി ആഡ് ചെയ്ത് 5-4 ആക്കുന്നു. എന്നിട്ട് മത്സരത്തിനൊരു ചൂടിനൊരു ചൂടിനൊരു കുറവൊന്നും ഉണ്ടാവില്ലേ. എന്തായാലും അവർ 5-4 കളി ക്ലോസ് ചെയ്ത് 1 ഗോളിന് ജയിച്ചു. അടുത്ത മത്സരം കണ്ട് തന്നെ അറിയണം എന്തൊക്കെ സംഭവിക്കുകയെന്ന്. ഇത് ജർമ്മനിയിൽ ആര് കരയും ആര് ചിരിക്കും എന്നുള്ള കാര്യം അറിയണം. എൻ്റെ പ്രതീക്ഷയിൽ ഇപ്രാവശ്യം ബയേൺ മ്യൂണിക്ക് കപ്പടിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ PSG നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. കാരണം അവർ കഴിഞ്ഞ ദിവസം ചാമ്പ്യന്മാരാണ്. അവരെന്തും എങ്ങനെയും പ്രതികരിക്കാം. അപ്പോൾ അടുത്ത കളി എന്തായാലും മരണക്കളി ആയിരിക്കും, ഉറപ്പാണ്. അടുത്ത ദിവസം വേറെ കളി നടക്കുന്നുണ്ട്. സിമിയോണിൻ്റെ അത്ലറ്റിക്കോ മാഡ്രിഡും പിന്നെ ആർട്ടേറ്റയുടെ ആർസണലും തമ്മിൽ 2ാം സെമിഫൈനലിൽ ആദ്യ ലീഗ് നടക്കുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടറിയണം. എല്ലാ പഴുതുകളും അടച്ച സിമിയോണിയും എങ്ങനെയെങ്കിലും കയറിക്കൂടി ജയിക്കുക, 1 ഗോളിനും കടിച്ചു തൂങ്ങി ജയിക്കാൻ ആർട്ടേറ്റയും കൊമ്പ് കോർക്കാൻ ഇറങ്ങുമ്പോൾ അവിടെയും തീപ്പൊരി പറക്കും. കാരണം ഇമാതിരി തീപ്പൊരി പറക്കുന്ന പെർഫോമൻസ് ആദ്യ ഭാഗത്തിൽ കണ്ടുവെങ്കിൽ അതേപോലത്തെ തീപ്പൊരി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിരാശപ്പെടുത്തരുത്.